വെച്ചിട്ടുള്ള ഐഡിയകൾ വന്നതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ ഡേറ്റിംഗ് ആപ്പുകളുണ്ട്, അങ്ങനെ പല പല ഇതുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ബോംബെ റെഡ് സ്ട്രീറ്റ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതേപോലെ സർക്കാർ അതുപോലെ മുന്നോട്ടെടുത്ത് ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ കാര്യങ്ങൾ മുന്നോട്ടെടുത്ത സ്ഥാപനം, ഒരു സെക്സ് വർക്കേഴ്സിന് വേണ്ടി ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ തുടങ്ങുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാവില്ല. അതിനെക്കുറിച്ച് എന്താ പറയാമോ? രണ്ടെന്താ തോന്നുന്നത്? ഒരു പരിധി വരെ ഇല്ലാതാവുന്നതാണോ തോന്നുന്നത്? ഒരു പരിധിയിൽ മുക്കാവുന്ന ഇല്ലാതാവുന്നതോ. കാരണം പല ഇപ്പൊ ബസ് സ്റ്റാൻഡ് ഇപ്പൊ തന്നെ ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ഇപ്പൊ പാലത്തിന്റെ മുകളിലും പാലത്തിന്റെ അടിയിൽ അങ്ങനെയൊക്കെ നമ്മൾ പല പല ലേഡീസ് പോകുമ്പോൾ സുരക്ഷിതരല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ആളുകൾ പണ്ടേ മുതൽ തന്നെ ഒരു ചിന്താഗതിയുണ്ട്. ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ലേഡി അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ലേഡി, അവരൊക്കെ നിൽക്കുന്നത് സെക്സ് വർക്കേഴ്സ് ആണോ അല്ലയോ എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റില്ല. ശരിക്കും പറയുന്ന സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കുറയില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കുറയില്ലേ? നമുക്കിപ്പോ അത് ഭയങ്കര ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള സാധനമല്ലേ. കുറയുവോ കൂടുവോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒന്ന് നമ്മുടെ നിയമവ്യവസ്ഥയിൽ അങ്ങനെ ഒരു സാധനം ഇത്തരത്തിൽ അലോ ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ റെഡ് സ്ട്രീറ്റ് പോലും അത് ലീഗലായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഓപ്പറേഷൻ ആയിട്ട് ഇപ്പോൾ കൊൽക്കത്തയിലുണ്ട് ഇതേ സെയിം സാധനം. അതായത് കമച്ചി എന്ന സാധനം അല്ലേ, റെഡ് സ്ട്രീറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ചില രാജ്യങ്ങളിൽ ഇപ്പം ആംസ്റ്റർഡാമിൽ ലീഗലാണ്, സെക്സ് ടൂറിസം ഉണ്ട് അവിടെ, തായ്ലൻഡിൽ സെക്സ് ടൂറിസം ഉണ്ട്. ചില രാജ്യങ്ങളിൽ അതുണ്ട്, അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിലെ നിയമവ്യവസ്ഥയിൽ അങ്ങനെ ഒരു സാധനം അത് മോറലായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് കുറയുമോ അല്ലെങ്കിൽ ഇതൊരു ഡിസ്കഷനാക്കി വെച്ചിട്ട് നമ്മൾ ഇടക്കാലത്ത് മറ്റേ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം, കഞ്ചാവ് ഏകദേശം 40ഓളം രാജ്യങ്ങളിൽ ലീഗലൈസ് ചെയ്ത് റിക്രിയേഷൻ ഡ്രഗ് ആയിട്ട് കാണുന്നതാണ്. പിന്നെ ഡിപ്രഷൻ അടക്കം പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മരുന്നായിട്ട് പോലും സജസ്റ്റ് ചെയ്തിരുന്നത് ഗഞ്ച. അപ്പോൾ മരുവാന, മെഡിക്കൽ മരുവാന എന്ന് പറഞ്ഞിട്ട് ഇതിനെ വിളിക്കുന്നു. അപ്പം ഇത് കൂടുവോ കുറയോ എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നമുക്കത് കൂടുവോ കുറയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടുത്തെ സിസ്റ്റം അതിനെ അനുവദിക്കാത്തിടത്തോളം ലീഗലായിട്ട് നമുക്കതിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാനുള്ള വകുപ്പൊന്നുമില്ല അല്ലേ? അത് കൂടുതലല്ലേ ഒന്നും പറയാൻ പറ്റില്ല. ഇത് പറഞ്ഞ പോലെ അങ്ങനെ ഇതായിട്ടുള്ള പ്രോബബിലിറ്റി അല്ലേ. ചിലപ്പോൾ കൂടുമായിരിക്കും, ചിലപ്പോൾ എല്ലാവരും അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും പിന്നെ ഫാമിലി ഒന്നും വീട്ടുകാർ നമ്മുടെ നാട്ടിൽ മൊത്തം പിന്നെ അവിടെ ആയിരിക്കും. എൻ്റെ കുടുംബത്തിലോട്ടൊന്നും പോകില്ല, അതാ പ്രശ്നം. അതിനേക്കാളും നല്ല എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു 3 മണിക്കൂറേ ഉള്ളൂ തായ്ലൻഡിലേക്ക്. ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും.